ഹലോ, എല്ലാവർക്കും ഒരു പുതിയ വ്ളോഗിലേക്ക് സ്വാഗതം. ഈ വ്ളോഗ് ഞാൻ ചെയ്യുന്നത് ക്രിസ്മസ് ദിനത്തിൻ്റെ അന്നാണ്. ഇത് പോസ്റ്റ് ചെയ്യുന്നത് ക്രിസ്മസ് ദിനത്തിൻ്റെ അന്നാണ്. പക്ഷേ ഇതൊരു 2-3 ദിവസം മുമ്പ് ഞാൻ വർക്കല ക്ലിഫിൽ പോയതിൻ്റെ കുറച്ച് വിഷ്വൽസാണ് ഞാനിന്ന് നിങ്ങളുടെ മുന്നിൽ എത്തിക്കാൻ ശ്രമിക്കുന്നത്. വർക്കല ക്ലിഫ് എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഒരു വികാരമാണല്ലേ. അതും പ്രത്യേകിച്ചും തിരുവനന്തപുരക്കാർക്ക് ഒരുപാട് നൊസ്റ്റാൾജിയും ഒരുപാട് അഭിമാനവും തരുന്നൊരു സ്ഥലമാണ് വർക്കല ക്ലിഫ് എന്ന് പറയുന്നത്. അത് ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ അതിൻ്റെ ടൂറിസത്തിൻ്റെ ഒരു ഏറ്റവും പീക്കായിട്ടുള്ളൊരു സിറ്റുവേഷനാണ് അവിടെ. കണ്ടില്ലേ, ആ ഒരു ബീച്ചെന്ന് പറയുന്നത് വൺ ഓഫ് ദ ബെസ്റ്റ് ബീച്ച് ഇൻ ദ വേൾഡ്, അങ്ങനെ തന്നെ പറയാം. അത്രയ്ക്ക് മനോഹരമാണ് അവിടെ. അവിടെ നമ്മൾ ചെന്ന് നിൽക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും അതിൻ്റെ ഒരു മനോഹാരിത. അത് നമുക്ക് അവിടെ ചെന്നാലേ നമുക്ക് മനസ്സിലാവുള്ളൂ. നിങ്ങൾ ആരെങ്കിലുമൊക്കെ വല്ലപ്പോഴുമൊക്കെ അവിടെ പോകണമെങ്കിൽ, അത് ഈവനിങ് ടൈമിൽ സൺസെറ്റിൻ്റെ സമയത്ത് പോവുകയാണെങ്കിൽ എന്തായാലും നിങ്ങൾക്ക് നല്ലൊരു വിഷ്വൽ ട്രീറ്റും ആയിരിക്കും. എന്താ പറയുക, അവിടെ ഒരുപാട് കാര്യങ്ങളും ഉണ്ട് കേട്ടോ കാണാനും. സോ അപ്പോൾ ജാനക്കുട്ടിക്ക് ഒരു ബബിൾസ് വേണമെന്നും പറഞ്ഞ് അരുണിൻ്റെ അടുത്ത് അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ അരുൺ അത് വാങ്ങിച്ചു കൊടുത്തു. പിന്നെ ജാനക്കുട്ടി അതിലായി കളി. പിന്നെ പിള്ളേർക്കെന്ന് പറയുമ്പോൾ അവർക്ക് എന്തെങ്കിലും കാര്യങ്ങൾ കണ്ടു കഴിഞ്ഞാൽ അത് വേണം വേണം എന്നുള്ളൊരു വാശിയാവും. പിന്നെ അത് നമ്മൾ വാങ്ങിച്ചു കൊടുക്കുമ്പോൾ അവർക്കൊരു സന്തോഷം. സോ അങ്ങനെ അതും പിടിച്ചുകൊണ്ട് ആശാത്തി നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു ഒന്ന് ചെയ്ത് കാണിക്കുമോ എന്ന് ചോദിച്ചു. അങ്ങനെ അതെടുത്ത് ഒന്ന് ചെയ്ത് കാണിച്ചു ജാനുക്കുട്ടി എനിക്ക് വേണ്ടി. സോ താങ്ക് യു ജാനുക്കുട്ടി. എന്തായാലും ജാനുക്കുട്ടിക്ക് സന്തോഷമായി, ഇപ്പോൾ എനിക്ക് സന്തോഷമായി. അപ്പോൾ നമുക്ക് മുന്നോട്ട് പോവാം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഈവനിങ് ടൈമാണ്, കുറച്ച് റഷുള്ള സമയമാണ്. എന്തായാലും ഞാനൊരു ക്രിസ്മസിന് ഒരാഴ്ച മുമ്പാണ് നമ്മൾ പോയത്. അതായത് ഒരു 17-ാം തീയതി 18-ാം തീയതി ആ ഒരു സമയത്തും അവിടെ ഭയങ്കര റഷാണ് കേട്ടോ. വൈകുന്നേരം എന്ന് പറയുമ്പോൾ ഒരു മയമില്ലാത്ത റഷാണ് അവിടെ ഉള്ളത്. കാരണം വിദേശികളെയും കാട്ടി നമ്മളെ നാട്ടിലുള്ള ആൾക്കാരാണ് അവിടെ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി ഇറങ്ങുന്നത് കേട്ടോ. കാരണം അതിപ്പോൾ ഒരു ബെറ്റർ സ്പോട്ടായി മാറിയിരിക്കുകയാണ്. ഒരു ടൂറിസത്തിൻ്റെ ഒരു പീക്ക് ടൈമിലാണ് നമ്മൾ വർക്കല ക്ലിഫ് ഇരിക്കുന്നത്. പിന്നെ അവിടുത്തെ ആ ഒരു കൈവരിയിലൂടെ പോകുമ്പോൾ നമുക്ക് റൈറ്റ് സൈഡ് നമുക്ക് ഒരുപാട് ഷോപ്സ് കാണാം, ലെഫ്റ്റ് സൈഡ് നമുക്ക് കടലും കാണാം. സോ അതായത് ഒരു വിഷ്വൽ ട്രീറ്റ് തന്നെയാണ്. ലെഫ്റ്റ് സൈഡ് കടലും റൈറ്റ് സൈഡ് നമ്മൾ എന്താ പറയുക ആർട്ടിഫിഷ്യലായിട്ടും ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഷോപ്സും കാര്യങ്ങളും, ലെഫ്റ്റ് സൈഡ് നാച്ചുറലായിട്ടുള്ള നമ്മുടെ കടലും. സോ അപ്പോൾ ആ ഒരു ഭാഗത്തൂടെ നമുക്ക് ഇങ്ങനെ രണ്ട് സൈഡ് ആസ്വദിച്ച് മുന്നോട്ട് പോകാം കേട്ടോ. സോ അങ്ങനെ നമ്മൾ ആദ്യമേ ചെന്ന് കയറിയപ്പോൾ ബാബ ദബ എന്ന് പറയുന്ന ഒരു കടയാണ് കേട്ടോ. നോർത്ത് ഇന്ത്യൻ ഫുഡുള്ള കടയാണ്. നമ്മൾ ആദ്യമൊന്നും കയറിയില്ല. നമ്മൾ പിന്നെ നമുക്ക് കയറാമെന്ന് വിചാരിച്ചു. ആദ്യമൊക്കെ നമ്മൾ ചെന്ന സമയം ഒരു 6 മണി ഒരു 6:30 സമയമായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവരും വന്ന് തുടങ്ങുന്നേ ഉള്ളൂ കേട്ടോ. കുറച്ചൊരു 8:30 9 മണിയൊക്കെ ആകുമ്പോൾ ഭയങ്കര റഷായിരിക്കും കേട്ടോ. അങ്ങനെ ഈ ഒരു ചെറിയ ചെറിയ കാഴ്ചകളൊക്കെ കണ്ട് നമ്മളിങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇരുട്ടി തുടങ്ങിയോണ്ട് തന്നെ അവിടെ ലൈറ്റൊക്കെ ഓണാക്കി തുടങ്ങിയിട്ടുണ്ട്. സോ അതൊരു വളരെ മനോഹരമായ കാഴ്ചയായിരുന്നു. പിന്നെ ഇത് എന്താ പറയുക, ഇവിടെ നമുക്ക് താഴോട്ട് പോകാം കേട്ടോ. അവിടെ ഒരു കൈവരിയുണ്ട്, അതിലൂടെ നമുക്ക് താഴോട്ട് പോയി ബീച്ചിൻ്റെ സൗന്ദര്യം ആസ്വദിക്കാം, ബീച്ചിലോട്ട് ഇറങ്ങാം, അങ്ങനെയൊക്കെ കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മളെന്തായാലും ബീച്ചിൽ ഇറങ്ങുന്നില്ല. ഇപ്പോൾ നമ്മൾ നേരത്തെ ഒരു കാപ്പിൽ ബീച്ചിൽ പോയായിരുന്നു, ഓൾറെഡി അവിടെ പോയി ഇറങ്ങിയായിരുന്നു. അതിൻ്റെ വീഡിയോ ഇതിൻ്റെ പിറകെ വരുന്നുണ്ട് കേട്ടോ. സോ അപ്പോൾ എന്തായാലും നമുക്ക് ഇവിടുത്തെ കാഴ്ചകൾ നമുക്ക് കാണാം. അത് നിങ്ങൾക്ക് വേണ്ടി എത്തിക്കാനും കൂടെ ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. സോ എന്തായാലും നമുക്ക് നോക്കാം എന്തായാലും. സോ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ വർക്കല ഒരു ക്ലിഫിൻ്റെ അവിടെ ഒരുപാട് ചെറിയ കച്ചവടക്കാരൊക്കെ ഉണ്ട് കേട്ടോ. ആ സാഹചര്യത്തിൽ തന്നെ ഇപ്പോൾ നോർത്ത് ഇന്ത്യൻസ് ഒരുപാട് വരുന്നുണ്ട് കേട്ടോ കേരളത്തിലോട്ട്. ഇവിടെ കോവളം, ഈ പറഞ്ഞ വർക്കല ക്ലിഫ് വൺ ഓഫ് ദ ബ്യൂട്ടിഫുൾ ബീച്ചസ് ഇൻ ദ വേൾഡ് എന്ന് തന്നെ നമുക്ക് പറയാം കേട്ടോ. ഈ കോവളം ബീച്ചായാലും ഈ വർക്കല ബീച്ചായാലും നല്ല ക്ലീൻ ആൻഡ് ഹൈജീനിക് ആയിട്ടാണ് അവർ നല്ല രീതിയിൽ കാര്യങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യുന്നത് കേട്ടോ. അത് തന്നെ ഏറ്റവും വലിയ കാര്യമായിട്ട് തോന്നി. ഇപ്പുറത്തെ ബീച്ചാണെങ്കിൽ റൈറ്റ് സൈഡ് നമ്മൾ ആർട്ടിഫിഷ്യലായിട്ട് ഉണ്ടാക്കിയ ഷോപ്സും കാര്യങ്ങളും കേട്ടോ. അവിടെയൊക്കെ ഒരുപാട് മീനൊക്കെ ഉണ്ട് കേട്ടോ. അതും വലിയ കടൽ മീനുകളും കായൽ മീനുകളും എല്ലാം ആണ് കേട്ടോ. വലിയ മീനുകൾ ഇതെല്ലാം നമുക്ക് ഓർഡർ കൊടുത്തു കഴിഞ്ഞാൽ അവരത് ഗ്രില്ല് ചെയ്ത് തരും, വേണമെങ്കിൽ കറി വെച്ച് തരും. എന്തുവാണെന്ന് വെച്ചാൽ നമ്മുടെ ഒരു പ്രിഫറൻസ് കണക്ക് അവർ ചെയ്തു തരും കേട്ടോ. ഇതൊരു വളരെ വളരെ മനോഹരമായ കാഴ്ചയാണ് കേട്ടോ. ഈ ഒരു ഷോപ്പ്, ഓരോ ഷോപ്പും ഓരോ രീതിയിലാണ് അവർ സെറ്റ് ചെയ്തേക്കുന്നത് കേട്ടോ. ഇത് ഓരോന്ന് റെസ്റ്റോറൻറ്റ്സും കഫേയും അങ്ങനെയൊക്കെ ഉള്ളതാണ് കേട്ടോ. സോ എന്തായാലും അവിടെ ക്രിസ്മസിൻ്റെ ഒരു ഭാഗമായതുകൊണ്ട് എല്ലായിടത്തും നക്ഷത്രങ്ങളും വിളക്കുകളും എല്ലാം ഉണ്ട് കേട്ടോ. അതിനെ കുറച്ചുകൂടെ ബെറ്റർ ആക്കുന്നു കേട്ടോ. പിന്നെ ചെറിയ കച്ചവടക്കാരും ഉണ്ട് കേട്ടോ. നമുക്ക് മോളിൽ റെസ്റ്റോറൻ്റാണ്, താഴെ ചെറിയ ഷോപ്സ് ഉണ്ട്. അതൊക്കെ നമുക്ക് ഒരുപാട് എക്സ്പെൻസീവ് അല്ല, കുറച്ച് ചീപ്പായിട്ടുള്ള ഡ്രസ്സസും ഉണ്ട്, അല്ലാത്ത കുറച്ച് യൂട്ടൻസിൽസും എല്ലാം ഉണ്ട് കേട്ടോ. നമുക്കിപ്പോൾ ബാഗ്, ചീപ്പ് അങ്ങനെയൊക്കെ ഉള്ള കുറേ
അല്ലാതെ അല്ലറ ചില്ലറ ഉള്ള കുറച്ച് കാര്യങ്ങൾ എല്ലാം ഉണ്ട് കേട്ടോ. നമുക്ക് ഷോക്കേസിലൊക്കെ വെക്കാൻ പറ്റുന്ന കുറച്ച് മനോഹരമായ സാധനങ്ങളും എല്ലാം ഭയങ്കര വിലയൊന്നും അല്ല കേട്ടോ. ഒരുവിധം നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് കേട്ടോ. ഇത് തന്നെ കണ്ടില്ല, ഇത് നമ്മൾ സൗണ്ട് കേൾക്കുന്നൊരു സാധനമാണ് കേട്ടോ. അതായത് നമുക്കിങ്ങനെ കറങ്ങി ജാപ്പനീസിൽ രീതി ഫിലിംസിലൊക്കെ ഞാൻ ഒരുപാട് കണ്ടിട്ടുള്ളതാണ് കേട്ടോ. അതിങ്ങനെ എടുത്ത് വെച്ചിട്ട് നമുക്കതിങ്ങനെ തട്ടുമ്പോൾ ഒരു സൗണ്ട് ഉണ്ടാകുന്നത്. സോ അങ്ങനെ അരണി അതിൽ ജസ്റ്റ് ഒന്ന് സൗണ്ടൊക്കെ ഉണ്ടാക്കിയിട്ട് പിന്നെ നമ്മൾ കുറച്ചൊന്നും മുന്നോട്ട് നടന്നുകൊണ്ടിരുന്നു. കാരണം നമുക്ക് എങ്ങും നിൽക്കാൻ പറ്റത്തില്ല. കാരണം ആൾക്കാർ ഇങ്ങനെ മുന്നോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ എവിടെയെങ്കിലും സ്റ്റക്കായി നിന്ന് കഴിഞ്ഞാൽ അത് ബാക്കിയുള്ളവർക്കൂടെ ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇങ്ങനെ ഓരോ ഷോപ്പിൽ കയറി കഴിഞ്ഞാൽ അത് സൈഡിലോട്ട് മാറി നിന്ന് ആൾക്കാർക്ക് വഴി ഒരുക്കിയിട്ട് വേണം നമ്മളത് ചെയ്യാൻ കേട്ടോ. അത് നമ്മുടെ റെസ്പോൺസിബിലിറ്റിയും കൂടെയാണ്. അപ്പോൾ എല്ലാവർക്കും എല്ലാം എൻജോയ് ചെയ്ത് മുന്നോട്ട് പോകണമല്ലോ. അപ്പോൾ നമ്മളും മാറി നിൽക്കുക, ആർക്കും വഴിമുടക്കിയായിട്ട് നമ്മൾ നിൽക്കാനും പാടില്ല. സോ എന്തായാലും ഇങ്ങനത്തെ ഒരു കാഴ്ചയും കണ്ടുകൊണ്ട് ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ എൻ്റെ മനസ്സിൽ ഒരുപാട് കുളിർമയാണ് കേട്ടോ. ആ സമയത്ത് ഒരുപാട് ചൂടുമല്ലായിരുന്നു, നല്ല കുറച്ച് സന്ധ്യ ആയതുകൊണ്ട് കുറച്ചൊന്ന് നല്ല തണുത്ത കാറ്റ് വീശുന്നുണ്ടായിരുന്നു. ബീച്ച് സൈഡുമാണല്ലോ. പിന്നെ ഗേൾസിൻ്റെ കുറച്ച് ബാഗ്സ്, അവർക്കിടാനുള്ള ആഭരണങ്ങൾ, അങ്ങനെയൊക്കെയുള്ള കുറച്ച് സാധനങ്ങളൊക്കെ അവിടെ കണ്ടു കേട്ടോ. ഒന്നും നമുക്ക് വാങ്ങിക്കുന്നില്ല. നമ്മളിപ്പോൾ കുറച്ച് മുന്നോട്ട് നടന്നപ്പോൾ കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ളൊരു റെസ്റ്റോറൻറ്റ് കണ്ടു കേട്ടോ. കഫേ ഡെൽ മാർ എന്നാണ് കേട്ടോ റെസ്റ്റോറൻറ്റ് പേര്. അവിടെ ഒരുപാട് നോർത്ത് ഇന്ത്യൻസ് ആണ് കേട്ടോ. അവർ ഒരുപാട് ഇപ്പോൾ കേരളത്തിൽ വരുന്നുണ്ട് കേട്ടോ. പ്രത്യേകിച്ച് വർക്കല ബീച്ചിൽ ഒരുപാട് വരുന്നുണ്ട്. ആ ഒരു ബീച്ചിൻ്റെ ഒരു ഭംഗിയും പിന്നെ സൺസെറ്റ് കാണാനും പിന്നെ ഇവിടുത്തെ വർണ്ണാരഭമായ കുറേ ലൈറ്റുകൾ കാണാനും കൂടെയാണ് ഇവരെല്ലാവരും ഇവിടെ വരുന്നത് കേട്ടോ. പിന്നെ ഒരുപാട് ഹോം സ്റ്റേസും ഗസ്റ്റ് ഹൗസുകളും എല്ലാം അപ്പുറത്തെ റൈറ്റ് സൈഡിൽ നമ്മൾ കാണുന്ന റൈറ്റ് സൈഡിൽ തന്നെ ഉണ്ട് കേട്ടോ. ഈ റെസ്റ്റോറൻറ്റ്സിൻ്റെയൊക്കെ ബാക്കിലൊക്കെ ഒരുപാട് റിസോർട്ട്സും പിന്നെ ഹോം സ്റ്റേസും എല്ലാം ഉണ്ട് കേട്ടോ. പിന്നെ എല്ലാവരും കപ്പിൾസായിട്ടാണ് മെയിൻലി വരുന്നത്. ഒരു എന്താ പറയുക, മാരീഡ് ആയിട്ടുള്ള കുറേ ആൾക്കാരും അല്ലാതെ ബോയ് ഫ്രണ്ട് ഗേൾ ഫ്രണ്ട് ആയിട്ടുള്ള ഒരുപാട് ആൾക്കാർ ഒരു ഡേറ്റിങ്ങിന് പറ്റിയ ടൈമാണ്. പിന്നെ അത് മാത്രമല്ല ക്യാൻഡിൽ ഡിന്നറൊക്കെ എല്ലാവർക്കും സെറ്റ് ചെയ്ത് കൊടുക്കുന്നതുകൊണ്ട് ഇവിടെയൊക്കെ റെസ്റ്റോറൻറ്റ്സിലും എല്ലാം. സോ അങ്ങനെ നമ്മൾ റെസ്റ്റോറൻറ്റുകൾ തോറും ഇങ്ങനെ നടന്ന് നീങ്ങി കേട്ടോ. ഓരോ റെസ്റ്റോറൻറ്റും ഓരോ രീതിയിലാണ് കേട്ടോ. ഓരോ ഇന്ത്യൻസിനുള്ള റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്, ഫോറിനേഴ്സിനുള്ള റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്. അതിൻ്റേതായ രീതിയിലാണ് അവർ എല്ലാ കാര്യങ്ങളും അറേഞ്ച് ചെയ്തിരിക്കുന്നത് കേട്ടോ. നമ്മൾ ഓരോ പല കൾച്ചറുകൾ വന്ന് സംഗമിക്കുന്ന ഒരു സ്ഥലമാണല്ലോ ഈ പറഞ്ഞ വർക്കല ബീച്ച് എന്നൊക്കെ പറയുമ്പോൾ. ഒരുപാട് ടൂറിസ്റ്റുകൾ വരുന്നുണ്ടല്ലോ, ഇന്ത്യക്കകത്തും ഇന്ത്യക്ക് പുറത്തും അങ്ങനെയൊക്കെ. സോ ഒരുപാട് മെയിൻലി എനിക്ക് തോന്നുന്നു പെണ്ണുങ്ങൾക്കുള്ള ഒരുപാട് ഡ്രസ്സുകളാണ്, ലേഡീസിൻ്റെ ഡ്രസ്സുകളും പിന്നെ എന്താ പറയുക അവരുടെ എന്താ പറയുക ഹാമ്പേഴ്സും എല്ലാമാണ് ഇവിടെ ഉള്ളത് കേട്ടോ. അപ്പോൾ അവരുടെ ഡ്രസ്സുകളും അതും ഇതുമൊക്കെ കണ്ടുകൊണ്ട് നമ്മളിങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. സോ ബാഗും കാര്യങ്ങളും എല്ലാം ഉണ്ട് കേട്ടോ അവിടെ. പിന്നെ കുറച്ച് ടാറ്റു ഷോപ്സ്, അതെന്താ പറയുക പെർമനൻറ്റ് ടാറ്റു ഷോപ്സും അല്ലാത്ത ടെമ്പററി ടാറ്റു ഷോപ്സും ഒക്കെ ഉണ്ട് കേട്ടോ. മെയിൻലി ലേഡീസിൻ്റെ ഡ്രസ്സുകൾ തന്നെയാണ് മെയിനായിട്ടുള്ള അവരുടെ ഒരു കച്ചവടം എന്ന് പറയുന്നത് തന്നെ കേട്ടോ. പിന്നെ കുറച്ച് നടന്ന് നീങ്ങിയപ്പോൾ നമ്മളൊരു ട്രോപ്പിക്കൽ റൈഡ്സ് എന്ന് പറഞ്ഞ വേറൊരു ഇത് കണ്ടു കേട്ടോ. റെസ്റ്റോറൻറ്റ് ഉണ്ട്, അത് കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് തോന്നി കേട്ടോ. അവർ ലൈറ്റിംഗ് എല്ലാം വേറെ രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. ഓരോ റെസ്റ്റോറൻറ്റ്സും അതിൻ്റേതായ എന്താ പറയുക ഡിഫറെൻ്റ് ആയിട്ടുള്ള രീതിയിലാണ് അവർ ചെയ്തേക്കുന്നത് കേട്ടോ. ഇപ്പോൾ ഒരു 5 റെസ്റ്റോറൻറ്റ് ഉണ്ടെങ്കിൽ അത് 5 ഒരു യുണീക്ക് 5 സ്റ്റൈലുള്ള രീതിയിലാണ് അവർ ചെയ്ത് വെച്ചേക്കുന്നത് കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് ഇതേപോലെയുള്ള ഡ്രസ് മെറ്റീരിയൽസും കാഴ്ച വസ്തുക്കളും എല്ലാം ഇങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ കുറച്ച് ഫുഡ് കഴിക്കുന്ന റെസ്റ്റോറൻറ്റ്സും ചെറിയ വെള്ളവും അങ്ങനെയുള്ള ബേക്കറീസും അങ്ങനെയൊക്കെയുള്ള കുറേ ഷോപ്സും അവിടെ ഞാൻ കണ്ടായിരുന്നുണ്ട്. പിന്നെ ഐസ്ക്രീം ഷോപ്സ് ഉണ്ട്, കോഫി ഷോപ്സ് ഉണ്ട്, അങ്ങനെ ഒരുപാട് ഷോപ്സ് ഞാൻ അവിടെ കണ്ടു കേട്ടോ. എല്ലാം ഞാനിങ്ങനെ പകർത്തിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഈ പകർത്തിക്കൊണ്ടിരിക്കുന്നത് ഒറ്റ സ്ട്രെച്ചിലാണ് ഞാൻ പകർത്തുന്നത് കേട്ടോ. കാരണം വെച്ചാൽ അത്രയും മനോഹരമായിട്ടുള്ളൊരു കാഴ്ചയാണ് കേട്ടോ. അത് ഒരിക്കലും നമുക്ക് ഇവിടെ പോയി കഴിഞ്ഞാൽ നമ്മൾ ഒരിക്കലും പിന്നെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കും. ഈ ഒരു സൈഡിൽ കൂടെ നമുക്കിങ്ങനെ നടന്ന് പോയിക്കൊണ്ടിരിക്കും. പിന്നെ ജാനുകുട്ടിക്ക് കുറച്ച് കാല് കഴിച്ച് തുടങ്ങിയപ്പോൾ അരുൺ പിന്നെ പുള്ളിക്കാരി എടുത്ത് നടക്കാൻ തുടങ്ങി കേട്ടോ. നടക്കാൻ തുടങ്ങിയപ്പോൾ തന്നെ നമ്മളൊരു കഫേ ഇറ്റാലിയാനോ എന്ന് പറയുന്നൊരു കഫേയിലെത്തി കേട്ടോ. അവിടുത്തെ എന്ത് രസമാണെന്നല്ലേ, ആ ഒരു കളർ കോമ്പിനേഷനും എല്ലാം നല്ല രസമുണ്ട് കേട്ടോ. സോ നമ്മളവിടെ ചിലപ്പോൾ ഗ്രില്ലൊക്കെ ചെയ്ത് കൊടുക്കുന്ന സീ ഫുഡ് ഗ്രില്ല് ചെയ്യുന്നുണ്ട്, അങ്ങനെയൊക്കെ ഫിഷ് ഗ്രില്ല് അതൊക്കെ ഉണ്ടെന്ന് വെച്ചാൽ എന്തായാലും നമ്മൾ ആ റെസ്റ്റോറൻറ്റ് നോക്കി വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് കുറച്ചുകൂടെ അങ്ങോട്ട് ഫ്രണ്ടിലോട്ട് നടക്കാമെന്ന് വിചാരിച്ചു. നമുക്ക് ഈ കാഴ്ചകളെല്ലാം കണ്ടിട്ട് തിരിച്ച് വന്ന് കഫേ ഇറ്റാലിയനിൽ കയറാമെന്നാണ് നമ്മൾ വിചാരിക്കുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെ എന്തായാലും മുന്നോട്ട് നമ്മൾ പോയിക്കൊണ്ടിരുന്നു കേട്ടോ. ഒരുപാട് ഷോപ്സ് ഉണ്ട് കേട്ടോ. പ്രത്യേകിച്ച് ഈ പെണ്ണുങ്ങളെ കുറേ സാധനങ്ങളും പിന്നെ ഈ ഷോക്കേസിലൊക്കെ വെക്കുന്ന ഒരുപാട് ഐറ്റംസും അതും ഇതുമൊക്കെ ഉണ്ട് കേട്ടോ.
അപ്പോൾ ആ ഒരു കാഴ്ചകളും കണ്ട് 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 ഇങ്ങനെ മുന്നോട്ട് പൊയ്ക്കൊണ്ടിരുന്നു കേട്ടോ. നമുക്ക് ഏത് ഷോപ്പിൽ വേണോ കയറി ഓരോന്ന് വാങ്ങിക്കാം. അല്ല ആൻറ്റീക്സിൻ്റെ കുറച്ച് ഷോപ്സ് ഉണ്ട്, അതൊക്കെ പിന്നെ ഗേൾസിൻ്റെ ബാഗുകൾ വാങ്ങുന്ന ഷോപ്സ് ഉണ്ട്. സോ ആൻറ്റീക്ക് ഷോപ്സ് ഒരുപാടുണ്ട് കേട്ടോ. അത് നമ്മൾ ആൻറ്റീക്സ് എന്ന് പറയുമ്പോൾ ഒരുപാട് എല്ലാവർക്കും ഇഷ്ടമുള്ള സാധനമാണല്ലോ. നമ്മുടെ ഷോക്കേസുകളിൽ വെക്കാൻ പറ്റുന്ന സാധനങ്ങളാണ് ആൻറ്റീക്സ് കേട്ടോ. സോ അതങ്ങനെ കുറേ സാധനങ്ങൾ ഇങ്ങനെ കിടക്കുന്നത് കണ്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ചെറിയ ചെറിയ നമുക്ക് വീടുകളിലൊക്കെ തൂക്കിയിടാൻ പറ്റുന്ന കുറച്ച് സാധനങ്ങൾ അങ്ങനെയൊക്കെ ഒരുപാട് എല്ലാ ഷോപ്പിലും ആൾക്കാരുണ്ട് കേട്ടോ. എല്ലാവരും ഇങ്ങനെ ജസ്റ്റ് ചെക്ക് ചെയ്ത് ഓരോന്ന് വാങ്ങിക്കണോ വേണ്ടേ എന്നുള്ളൊരു കൺഫ്യൂഷനിലും കൂടെയാണ് കേട്ടോ എല്ലാവരും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഇവിടെ ഒരു ഐസ്ക്രീം ഷോപ്സൊക്കെ കണ്ടു കേട്ടോ. അവിടെ മിക്കപ്പോഴും കപ്പിൾസും അല്ലാതെ സിംഗിൾ ആൾക്കാരും എല്ലാവരും ഉണ്ട് കേട്ടോ. പിന്നെ ചില റെസ്റ്റോറൻറ്റ്സിൽ നമ്മൾ ഇപ്പോൾ എത്തിയിരിക്കുന്ന റെസ്റ്റോറൻറ്റ് എന്ന് പറഞ്ഞാൽ മെയിൻലി ഫോറിനേഴ്സാണ് കേട്ടോ. ഒരുപാട് ഫോറിനേഴ്സിനെ ഞാൻ അവിടെ കണ്ടു കേട്ടോ. അപ്പോൾ അവർക്ക് ഈ കോണ്ടിനെൻ്റൽ ഫുഡ് ഉണ്ടാവും, ചിലർക്ക് ഇന്ത്യൻ ഫുഡ് പ്രിഫർ ചെയ്യുന്നുണ്ടാവും, ചിലർക്ക് കോണ്ടിനെൻ്റൽ ഫുഡായിരിക്കും, ചിലർക്ക് ഫ്യൂഷൻ ഫുഡായിരിക്കും, ചിലർക്ക് ചൈനീസ് ഫുഡായിരിക്കും. സോ അങ്ങനെ നമ്മൾ കുറച്ച് ഫോറിനേഴ്സിനെ അവിടെ കണ്ടു കേട്ടോ. സോ അവർ മാത്രം പ്രിഫർ ചെയ്യുന്ന കുറച്ച് റെസ്റ്റോറൻറ്റ്സും ഉണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ നടന്ന് നീങ്ങി വഴിയോരത്ത് കുറേ കച്ചവടക്കാരിങ്ങനെ ഉണ്ട് കേട്ടോ. പിന്നെ ലൈറ്റിങ്ങും കാര്യങ്ങളും. ഇതിൻ്റെ അപ്പുറത്തൊക്കെ ഒരുപാട് റിസോർട്ട്സും ഈ ഹോട്ടൽസും ഒക്കെയാണ് കേട്ടോ. സോ നമുക്ക് താമസിച്ച് റൂമിൽ സ്റ്റേ ആയിട്ടൊക്കെ നിൽക്കാൻ പറ്റും ഫാമിലി ആയിട്ടൊക്കെ. അത് കഴിഞ്ഞതിന് ശേഷം നമ്മളൊരു പ്ലേസിലെത്തി കേട്ടോ. അവിടെ ഫുള്ള് നല്ല രീതിയിൽ ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നുണ്ട്. അതിൻ്റെ മുകളിൽ റെസ്റ്റോറൻ്റാണ്. പിന്നെ താഴെ കുറച്ച് ലേഡീസിൻ്റെ ഐറ്റംസിൻ്റെ ഷോപ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ നിന്നൊക്കെ ഫോട്ടോ ഒക്കെ എടുക്കാൻ നല്ല രസമാണ് കേട്ടോ. ഞങ്ങളങ്ങനെ നടന്ന് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ലാസ്റ്റ് ടൈം ഞാൻ എൻ്റെ ഫ്രണ്ട്സുമായിട്ട് വന്നപ്പോൾ ഈ റെസ്റ്റോറൻറ്റിലാണ് കയറിയത് കേട്ടോ. നല്ല അടിപൊളി ആംബിയൻസും അടിപൊളി ഡെക്കറേഷനും പിന്നെ അതിൻ്റെ അകത്ത് കയറി ഇരിക്കുമ്പോൾ തന്നെ നമുക്കൊരു വൈബ് കിട്ടുന്നൊരു സ്ഥലമാണ് കേട്ടോ ഈ ഒരു റെസ്റ്റോറൻറ്റ് എന്ന് പറയുന്നത്. അങ്ങനെ നമ്മൾ കുറച്ച് നേരം നടന്ന് നീങ്ങി. പിന്നെ അവിടെ നിന്ന് പോകാനേ തോന്നില്ല, കാരണം അത്രയും മനോഹരമായിട്ടാണ് ലൈറ്റിങ്ങൊക്കെ സെറ്റ് ചെയ്തേക്കുന്നത് എല്ലാം കേട്ടോ. പിന്നെ അതിൻ്റെ ആ ഒരു മനോഹാരിത നമ്മൾ കാണുമ്പോൾ നമുക്ക് പിന്നെ കടലിൽ കുളിർമ തരുന്ന കാഴ്ചയാകുമ്പോൾ നമുക്ക് പിന്നെ അവിടെ നിന്ന് ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനും ഉള്ള ഒരു ഇത് വരുമല്ലോ. പിന്നെ അവസാനം നമ്മൾ അവിടെ നിന്ന് നടന്ന് നീങ്ങി പിന്നെ നമ്മൾ കഫേ ഇറ്റാലിയനിലോട്ട് തന്നെ തിരിച്ചു വന്നു കേട്ടോ. അവരുടെ ലവ് എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. എന്ത് രസമല്ലേ, അവരുടെ ഒരു കളർ കോമ്പിനേഷൻ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ആ ഒരു ഡാർക്ക് പിങ്ക് കളർ ഒരുപാട് തന്നെ കണ്ണിന് ഹഠാത് ആകർഷിച്ചു വന്നതാണ് കേട്ടോ. പിന്നെ നമ്മളെന്തായാലും വിചാരിച്ചു നമുക്ക് എന്തായാലും ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു. നമ്മൾ കുറച്ചൊരു ഗ്രില്ലാണ് പ്രിഫർ ചെയ്യുന്നത്. അങ്ങനെ വിചാരിച്ചു ഒരു ഫിഷ് ഗ്രില്ലോ അല്ലെങ്കിൽ ചിക്കൻ ഗ്രില്ലോ എന്തെങ്കിലും കഴിക്കാമെന്ന് വിചാരിച്ചാണ് നമ്മൾ ഇറങ്ങിയത് കേട്ടോ. അങ്ങനെ നമ്മൾ അച്ഛനും അമ്മയും പിന്നെ അരണ്യയും പിന്നെ കുട്ടിയും ഞാനും കൂടെ നമ്മളങ്ങനെ നടന്ന് നീങ്ങി കേട്ടോ. അങ്ങനെ കുറച്ച് താഴോട്ടൊക്കെ പോയി നോക്കി കേട്ടോ. നമ്മൾ എന്തെങ്കിലും അവിടെ ചെരുപ്പ് പോയി കേട്ടോ അതിൻ്റെ ഇടയ്ക്ക് അരണ്യയിൽ. അങ്ങനെ അത് അരണു ഇങ്ങനെ എടുത്ത് നോക്കാൻ പോയി. അപ്പോൾ ഞാൻ ആലോചിച്ചാണ് എന്തുമാത്രം ചെടികൾ അവരെ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നതെന്ന് കണ്ടില്ല. അതും ആ ഒരു എന്താ പറയുക, ആ ഒരു ഷോപ്പിന് കുറച്ചുകൂടെ മനോഹാരിത നൽകുന്ന രീതിയിലാണ് ഇതെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് കേട്ടോ. സോ എന്തായാലും നമ്മൾ കുറച്ച് മുകളിലോട്ട് കയറണം. സോ അങ്ങനെ കയറി അവസാനം നമ്മൾ ചെന്നപ്പോൾ അവിടെ ആൾക്കാർ കുറവായിരുന്നു, കാരണം ഒരു 6:30-7 മണി സമയമായിരുന്നു. അപ്പോൾ ആൾക്കാർ വന്ന് തുടങ്ങുന്നേ ഉള്ളൂ. അതിൻ്റെ അകത്തൊരു ബുദ്ധൻ്റെ വലിയൊരു സ്കൾപ്ചറൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു. അതിൻ്റെ ചെല്ലുമ്പോൾ തന്നെ ഒരു ആംബിയൻസ് നമുക്ക് മാറും കേട്ടോ. ഒരു വൈബ് നമുക്ക് അടിക്കും. എന്ന് വെച്ചാൽ കുറച്ച് പീസ്ഫുൾ ആയിട്ടുള്ളൊരു ഇതാണല്ലോ ബുദ്ധൻ്റെ പ്രതിമകളും അല്ലെങ്കിൽ അതിൻ്റെ സ്കൾപ്ചേഴ്സും കാര്യങ്ങളൊക്കെ ഉള്ളത്. അതിൻ്റെ ഇൻറ്റീരിയറും അവരുടെ ആ ഒരു ഷോപ്പിലെല്ലാം നല്ല സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. നല്ല ഇൻറ്റീരിയർ ആയിരുന്നു കേട്ടോ. മുകളിലൊക്കെ ആ ഒരു തുണി കൊണ്ടുള്ള ആ ഒരു പല രീതിയിലുള്ള കളർ കൊണ്ടുള്ള എല്ലാം അടിപൊളിയായിരുന്നുണ്ട്. പിന്നെ ഞാൻ കുറച്ച് ഒന്ന് അകത്ത് കയറി കൈ കഴുകാമെന്ന് വിചാരിച്ചു. കൈ കഴുകാൻ വേണ്ടി പിന്നെ ഇങ്ങനെ സോപ്പൊക്കെ എടുത്ത് വെച്ച് കൈയൊക്കെ കഴുകി ഇങ്ങനെ കുറച്ച് നമുക്ക് ഓർഡറൊക്കെ പ്ലേസ് ചെയ്യേണ്ടിയിരിക്കുന്നു. അപ്പോൾ നമ്മൾ അതൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ കുറച്ച് നേരം ഞാൻ പിന്നെ വാഷ് ബേസിനിൽ അവിടെ കുറച്ച് നേരം നിന്ന് കേട്ടോ. കുറച്ചൊക്കെ പുറത്തൊക്കെ ബീച്ചിലൊക്കെ കുറച്ച് നേരം കളിച്ചാണ് കേട്ടോ. ആ ഒരു വീഡിയോ ഇതിൻ്റെ പുറകെ വരുന്നുണ്ട് കേട്ടോ. കാപ്പിൽ ബീച്ച്, അതും വളരെ അധികം മനോഹരമായൊരു ബീച്ചായിരുന്നു കേട്ടോ. അത് പിന്നെ നമ്മൾ പോയതൊരു 4:30 സമയത്തായിരുന്നു കേട്ടോ. ഇതിൻ്റെ അകത്തുള്ള ഈ ഒരു പടം ഉണ്ടല്ലോ, അത് തന്നെ ഒരുപാട് ഹഠാത് ആകർഷിച്ചു കേട്ടോ. അപ്പോൾ നമ്മൾ അവിടെ കയറി ചെന്നപ്പോൾ തന്നെ നമുക്കൊരാൾ വന്നു. നമ്മൾ ബെഞ്ചൊക്കെ സെറ്റ് ചെയ്ത് തന്നു, നമ്മുടെ ടേബിളൊക്കെ കറക്റ്റായിട്ട് സെറ്റ് ചെയ്തു. പിന്നെ മെനു ഒക്കെ കൊണ്ടുവന്ന് എന്തൊക്കെയാണ് നമ്മുടെ പ്രിഫറൻസ് എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഞാൻ പിന്നെ ആ ഒരു ഷോപ്പിൽ എല്ലാം ഓടി നടന്ന് കണ്ടു കേട്ടോ. അപ്പോൾ എനിക്കൊരു വൈബ് അടിച്ചു കേട്ടോ. ഒരു നല്ലൊരു വൈബ് സെറ്റായി എനിക്ക് തോന്നി. അപ്പോൾ എന്തായാലും കാണുന്നവർക്കെല്ലാം ഇതൊരു ഭ്രാന്തായിട്ട് തോന്നുക, പക്ഷേ നമുക്ക് നമ്മുടേതായ ഒരു വൈബും നമ്മുടേതായ ഒരു എൻജോയ്മെൻറ്റും ഉണ്ടല്ലോ. സോ അത് നമ്മൾ വെച്ച് മുന്നോട്ട് പോവുക. ആരെ മുന്നിലും നമ്മൾ തലവനിച്ച് നിൽക്കേണ്ട കാര്യമില്ല. ഏത് സിറ്റുവേഷനിലായാലും നമ്മൾ സ്ട്രഗ്ലിങ് ആയാലും നല്ല സമയമായാലും എല്ലാം നമ്മൾ നല്ല രീതിയിൽ ജീവിച്ച് മുന്നോട്ട് പോകുക എന്നുള്ളതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അങ്ങനെ 2 ഓറഞ്ച് ജ്യൂസ് ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ 2 ഓറഞ്ച് ജ്യൂസ് വന്നിട്ടുണ്ട്. നമ്മുടെ ബബിൾസിൻ്റെ ഒരു ടോയുമായിട്ടാണ് ജാനുക്കുട്ടി ഇങ്ങനെ കേട്ടോ. എന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അവൾ അതുമായിട്ട് ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കും കേട്ടോ. പിന്നെ എല്ലാവരും മൊബൈലിലോട്ടായി കേട്ടോ. പിന്നെ
എന്തായാലും നമ്മൾ കുറച്ച് ഓർഡേഴ്സൊക്കെ പ്ലേസ് ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ നമ്മളിങ്ങനെ ഓരോന്നൊക്കെ ചെക്ക് ചെയ്ത് നമ്മൾ കൺഫേം ആക്കി വെച്ചിട്ടുണ്ട്. അപ്പം ഇനി മറ്റേ ആൾ വന്നിട്ട് നമുക്ക് ഒഫീഷ്യലായിട്ട് അത് കൺഫേം ആക്കിയിട്ട് എന്തായാലും സമയം എടുക്കും. ഇപ്പോൾ ഗ്രില്ലൊക്കെ നമ്മൾ വലിയ ഫിഷൊക്കെ ഗ്രില്ല് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് 20-25 മിനിറ്റ് മേ ബി ഹാഫ് ആൻ അവർ തന്നെ നമുക്ക് എടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മളൊരു നല്ലൊരു വലിയൊരു ഫിഷാണ് നമ്മൾ പറഞ്ഞത് കേട്ടോ. അത് അത്രയും 2-2.5 കിലോ അല്ലെങ്കിൽ 3 കിലോ അടുപ്പിച്ചുള്ളൊരു ഫിഷാണെന്ന് നമ്മൾ പറഞ്ഞു കേട്ടോ. അതിന് മുകളിലുണ്ടെന്നാണ് എനിക്കും തോന്നിയത്. എന്തായാലും ആദ്യം നമ്മൾ സ്റ്റാർട്ടർ സൂപ്പ് നമ്മൾ ഓർഡർ ചെയ്തു. അതൊരു വെജ് സൂപ്പാണ് നമ്മൾ ഓർഡർ ചെയ്തത്. അപ്പോൾ എന്തായാലും വെജ് സൂപ്പ് ഇത് ചെയ്തു. പിന്നെ നമുക്ക് കുറച്ച് ഫ്രൂട്ട്സിൻ്റെ നമ്മൾ എന്താ പറയുക ജ്യൂസസും ഉണ്ടായിരുന്നു. സോ അപ്പോൾ ഞാനെന്തായാലും കുറച്ച് സൂപ്പ് ട്രൈ ചെയ്യുന്നു. എവിടെ പോയാലും ഞാൻ സൂപ്പ് ട്രൈ ചെയ്യാറുണ്ട്. സോ അപ്പോൾ എന്തായാലും സൂപ്പ് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. പിന്നെ അപ്പോൾ നമ്മളെ പുള്ളിക്കാരൻ വന്ന് നല്ല കോപ്പറേറ്റീവ് ആയിരുന്നു കേട്ടോ. പുള്ളി ഭയങ്കര കാര്യത്തിലൊക്കെയാണ് നല്ല രീതിയിലാണ് നമ്മളെ അടുത്ത് ഡീൽ ചെയ്തത് കേട്ടോ. അതെന്തായാലും നന്നായി. അങ്ങനെ ആയിരിക്കണമല്ലോ. അങ്ങനെ ഇപ്പോൾ സൂപ്പ് നമ്മൾ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ സൂപ്പ് നമ്മൾ കുറച്ചൊന്ന് കുടിക്കാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അതെന്തായാലും വെജ് സൂപ്പാണ് കേട്ടോ. കണ്ടില്ലേ, എല്ലാം വെജിറ്റബിൾസും എല്ലാം ഉണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ എനിക്ക് ഈ സൂപ്പ് എന്ന് പറയുന്നത് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ് കേട്ടോ. നമുക്ക് ആദ്യം എന്തെങ്കിലും സ്റ്റാർട്ടർ എന്ന് പറയുമ്പോൾ ഒബ്വിയസ്ലി നമുക്കൊരു സൂപ്പായിരിക്കും ഓർമ്മ വരുന്നുണ്ടല്ലോ. അങ്ങനെ സൂപ്പ് ഓർഡർ ചെയ്തു. അങ്ങനെ സൂപ്പ് പിന്നെ കുറച്ച് നേരം ഞാൻ സൂപ്പ് കുടിച്ചു കേട്ടോ. സൂപ്പ് എന്തായാലും തരക്കേടില്ലാത്ത നല്ലൊരു സൂപ്പായിരുന്നു. ഞാൻ കുടിച്ച് നോക്കിയിട്ട് ഞാൻ എന്തായാലും അഭിപ്രായം പറയാം. എന്തായാലും എനിക്ക് കുറച്ച് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. കാരണം കൊള്ളാം. നമ്മളിപ്പോൾ എന്തെങ്കിലും കുടിച്ചു കഴിഞ്ഞാൽ ഞാൻ എന്തായാലും അത് പക്കയായിട്ടേ പറയത്തുള്ളൂ കേട്ടോ. കൊള്ളാമെങ്കിൽ കൊള്ളാമെന്ന് പറയാം, ഇല്ലെങ്കിലെന്ന് പറയാം. പക്ഷേ എന്തായാലും നല്ല ഒരു അനുഭവമായിരുന്നു കേട്ടോ. കൊള്ളാമായിരുന്നു. കുറച്ച് ചൂടും കൂടെ ഉണ്ടായിരുന്നു. നമ്മൾ സൂപ്പ് കൊണ്ടുവരുമ്പോൾ നമ്മൾ ചൂടായിട്ട് തന്നെ കുടിക്കാൻ ശ്രമിക്കുക കേട്ടോ. അത് തണുത്ത് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അത് ഒന്നിനും കൊള്ളാത്തൊരു സിറ്റുവേഷനാണ്. അങ്ങനെ നമ്മൾ പിന്നെ അധികം സൂപ്പൊന്നും ഓർഡർ ചെയ്തില്ല. 1-2 സൂപ്പ് മതി എന്ന് പറഞ്ഞു. അങ്ങനെ സൂപ്പൊക്കെ ഞാനൊരു കുറച്ച് കുടിച്ചതിന് ശേഷം പിന്നെ അത് അങ്ങോട്ടോട്ട് കൈമാറി. പിന്നെ അമ്മ പിന്നെ സൂപ്പ് കുടിക്കാമെന്ന് പറഞ്ഞു. പിന്നെ അരുണും സൂപ്പ് കുടിക്കുന്നു പറഞ്ഞായിരുന്നു. പിന്നെ കുറച്ച് ജാനുകുട്ടിക്കും കൊടുത്തു. അങ്ങനെ വെള്ളം കുടിച്ചു. അങ്ങനെ നമ്മളിങ്ങനെ ഓർഡറിനെ പ്ലേസ് ചെയ്തിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് കേട്ടോ. എന്തായാലും ഓറഞ്ച് ജ്യൂസും ഉണ്ടായിരുന്നു. അതും കുടിച്ചിട്ട് ഇങ്ങനെ ഓരോ കാര്യങ്ങളും ചിന്തിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. എന്തായാലും സമയം എടുക്കുമെന്ന് പറഞ്ഞു. ഗ്രില്ല് വരാൻ കുറച്ച് സമയം എടുക്കുമെന്ന് പറഞ്ഞു. പിന്നെ കുറച്ച് മോമോ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് എത്തിയിട്ടുണ്ട്. മോമോസ് കുറച്ച് സ്പൈസി അല്ല, നോർമലാണ് നമ്മൾ പറഞ്ഞത്. പിന്നെ കുറച്ച് ചിക്കനും നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. ബട്ടർ ചിക്കനാണ് പറഞ്ഞത്. അത് നല്ല രീതിയിൽ ഗാർണിഷ് ചെയ്ത് കൊണ്ടുവന്നത് കേട്ടോ. നമ്മൾ മല്ലിയിലയൊക്കെ ഇട്ട് നല്ല സെറ്റാക്കിയാണ് അവർ കൊണ്ടുവന്നത്. അത് കണ്ടപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി, അവരുടെ ഒരു ക്വാളിറ്റി തന്നെ മനസ്സിലായി കേട്ടോ. അപ്പോൾ അതും കൊണ്ടുവന്ന്. പിന്നെ മോമോസും കൊണ്ടുവന്നു. പിന്നെ അരണിക്ക് മോമോസ് ഫേവറേറ്റ് ആണെന്ന് പറഞ്ഞു. അങ്ങനെ മോമോസ് ഓർഡർ ചെയ്തു. അങ്ങനെ അതിൻ്റെ മധ്യത്തൊരു ഒരു ചട്നിയും കൂടെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും മോമോസ് നല്ല രീതിയിൽ അവർ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. അവരുടെ സെറ്റിങ്ങൊക്കെ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. കാരണം പ്ലേറ്റിലൊക്കെ നമ്മളൊന്ന് പ്രസൻറ്റ് ചെയ്ത് കൊണ്ട് വെക്കുമ്പോഴാണല്ലോ നമുക്ക് കുറച്ചുകൂടെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുന്നത്. അപ്പോൾ നമ്മൾ എന്തായാലും മോമോസിൽ സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ ബട്ടർ ചിക്കൻ്റെ വെറൈറ്റി ഐറ്റംസും എല്ലാം വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ബട്ടർ ചിക്കനുമാണ്. പിന്നെ കുറച്ച് ചിക്കൻ കറിയും കൂടെ ഉള്ളൊരു ഇതും കൂടെ നമ്മൾ ഓർഡർ ചെയ്തു കേട്ടോ. എന്തായാലും നല്ല രീതിയിലാണ് ഗാർണിഷ് ചെയ്ത്, നല്ല രീതിയിലാണ് അവർ കൊണ്ട് വെച്ചേക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ബട്ടർ നാനും നമ്മൾ ചെയ്തു കേട്ടോ. ബട്ടർ നാൻ 1-2 ബട്ടർ നാൻ ഉണ്ടായിരുന്നു. പിന്നെ അതെല്ലാം പിന്നെ ചപ്പാത്തി നാൻ അങ്ങനെയൊക്കെ ആയിട്ടാണ് നമ്മൾ ഇത് ചെയ്തെടുത്തത് കേട്ടോ. അങ്ങനെ എന്തായാലും ഞാൻ മോമോസ് ആദ്യം എടുത്ത് വെച്ചു. മോമോസ് എടുത്ത് എന്തായാലും ടേസ്റ്റ് ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. അതിനുശേഷം കുറച്ച് ബട്ടർ ചിക്കനും പിന്നെ കുറച്ച് ചമ്മന്തിയും കുറച്ച് ചിക്കൻ കറിയും കൂടെ ഉള്ളൊരു ഇതും കൂടെ എടുത്ത് വെച്ചിട്ട് ഞാൻ എന്തായാലും കഴിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ പിന്നെ എല്ലാവർക്കും സെർവ് ചെയ്ത് കൊടുക്കുന്നുണ്ടായിരുന്നു. സോ ഇപ്പം ഞാനെന്തായാലും മോമോസ് ആദ്യം നാളായി ഞാൻ ട്രൈ ചെയ്തിട്ട് ഒരുപാട് നാളായി മോമോസ്. അപ്പോൾ എന്തായാലും മോമോസ് ഒന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. എന്തായാലും നാൻ എടുക്കാമെന്ന് വിചാരിച്ചു. ബട്ടർ നാനാണത്. എനിക്ക് പിന്നെ ബട്ടർ നാൻ ഒരിക്കലും ഇഷ്ടമല്ല. നോർമൽ നാനാണ് ഞാൻ പ്രിഫർ ചെയ്യുന്നത്. ബട്ടർ കൂടുതലാവുന്നത് നല്ലതല്ലല്ലോ. പിന്നെ ഞാൻ നോർമൽ നാൻ പ്രിഫർ ചെയ്ത് ഞാൻ പിന്നെ അത് കഴിച്ചു തുടങ്ങി കേട്ടോ. കൊള്ളായിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റി ആയിരുന്നു. നല്ല ക്വാളിറ്റി ആയിട്ടുള്ളൊരു സാധനം. എനിക്കെന്തായാലും ഇഷ്ടപ്പെട്ടു. അത് അധികം എന്താ പറയുക, എരിയോ പുളിയോ ഉപ്പോ ഒന്നും കൂടുതലൊന്നും ഇല്ലായിരുന്നു. എല്ലാം നോർമലായിരുന്നു. സോ അത് തന്നെയാണ് എനിക്കിഷ്ടം. എനിക്ക് അധികം സ്പൈസി ഫുഡും ഇഷ്ടമല്ലാത്തതാണ്. പിന്നെ ഞാൻ മോമോസ് എടുത്ത് ട്രൈ ചെയ്ത് നോക്കി കേട്ടോ. മോമോസ് കൊള്ളാം കേട്ടോ. നല്ല രീതിയിൽ ബേക്ക് ചെയ്തുകൊണ്ട് വന്നതാണ് കേട്ടോ. നല്ല രീതിയിൽ ആവി കയറിയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിരുന്നു. എനിക്ക് എന്തായാലും ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ. അതാണ് ഞാൻ ഒരു കടി കഴിച്ചതിന് ശേഷം അപ്പം തന്നെ എടുത്ത് വായിലിട്ടപ്പോൾ അതങ്ങ് അലിഞ്ഞു പോയാണ് കയറുന്നുണ്ട്. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് അവിടെ പാട്ടൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ജാനുകുട്ടി ആ പാട്ട് കേട്ട് പിന്നെ അപ്പോൾ ഡാൻസാണ്. ജാനുവിന് ഇപ്പോൾ ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ്. അതായത് നല്ല രീതിയിൽ ബീറ്റുള്ള പാട്ടോ പോപ്പ് റോക്കൊക്കെ വന്നു കഴിഞ്ഞാൽ അപ്പോൾ പുള്ളിക്കാരി ചാടിത്തുള്ളാൻ തുടങ്ങും കേട്ടോ. അങ്ങനെ
നമ്മൾ പിന്നെ ഓരോരുത്തരായിട്ട് കഴിച്ചു. പിന്നെ അവിടുത്തെ ഒരു ആംബിയൻസ് കണ്ടില്ല, ഒരു രക്ഷയില്ലാത്തൊരു ആംബിയൻസ് ആയിരുന്നു കേട്ടോ. ഇങ്ങനെയൊക്കെയുള്ള ആംബിയൻസ് നമുക്ക് എപ്പോഴും കിട്ടത്തില്ല കേട്ടോ. അതും വർക്കലയിൽ പിന്നെ അതൊരു ഫോറിനേഴ്സിനും കൂടെ പ്രിഫറൻസ് കൊടുത്താണ് അവരെല്ലാം ചെയ്തിരിക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ അത് അത്രയും മനോഹരമായിരുന്നു. ഈ ഒരു ബുധൻ്റെ സ്കൾപ്ചർ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. പിന്നെ കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ ഒരു അരമണിക്കൂർ 1 മണിക്കൂറൊക്കെ കഴിഞ്ഞ് നമ്മൾ വെയിറ്റ് ചെയ്തതിന് ശേഷം ഫുഡ് വന്നു. അതിന് ശേഷം എന്താ പറയുക, ഒരുപാട് ആൾക്കാർ കൂടി തുടങ്ങി കേട്ടോ. അപ്പോൾ എല്ലാ കഫേയും എപ്പോഴും ഫുള്ളാണ് കേട്ടോ. ഈവനിങ് ടൈമും കൂടെ ആയതുകൊണ്ട് എന്തായാലും ഒരുപാട് എൻജോയ് ചെയ്തു ഞാൻ. ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നത്, എസ്പെഷ്യലി നോർത്ത് ഇന്ത്യൻസാണ് അവിടെ ഒരുപാട് വരുന്നത്. നമ്മളെ ലോക്കൽസ്, നമ്മൾ മലയാളീസ് ഒരുപാട് ഉണ്ടായിരുന്നു. എന്നാലും നോർത്ത് ഇന്ത്യൻസാണ് ഇപ്പോൾ അവിടെ ഒരുപാട് വന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ അവസാനം നമ്മൾ പറഞ്ഞൊരു മീൻ എത്തിയിരിക്കുകയാണ് കേട്ടോ. വലിയ മീൻ, വലിപ്പമുള്ള മീൻ കേട്ടോ. നമ്മൾ അപ്പുറത്തുള്ള ആൾക്കാരെല്ലാം അതിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. നല്ല ഗ്രില്ലായിട്ടുള്ള മീൻ കേട്ടോ. അങ്ങനെ അത് കണ്ടപ്പോൾ തന്നെ കണ്ണ് തള്ളി കേട്ടോ. അതിപ്പോൾ എന്തായാലും ഒരു 5-6 പേർക്ക് നമുക്ക് എല്ലാവർക്കും കൂടെ ഒന്ന് കഴിക്കാൻ പറ്റുന്ന രീതിയിലുള്ള മീൻ കേട്ടോ. എന്തായാലും അത് നല്ല രീതിയിൽ ഗാർണിഷ് ചെയ്ത് റൈസും പിന്നെ കുറച്ച് വെജീസും പിന്നെ കുറച്ച് മയണൈസും പിന്നെ കുറച്ച് എന്താ പറയുക ഫ്രഞ്ച് ഫ്രൈസും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും നല്ല രീതിയിൽ ഗാർണിഷ് ചെയ്താണ് കൊണ്ടുവന്നിട്ട് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഞാനങ്ങനെ ഫിഷൊക്കെ എടുത്ത് കഴിച്ച് നോക്കി കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ അവിടെ പോകാൻ ശ്രമിക്കുക കേട്ടോ. നല്ലൊരു ആംബിയൻസും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക്, സബ്സ്ക്രൈബ് ആൻഡ് ഷെയർ. അടുത്തൊരു വ്ലോഗിൽ കാണുന്നവർക്ക് എല്ലാവർക്കും ഗുഡ് ബൈ ഫ്രം വർക്കല ക്ലിഫ്.